എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ പ്രസവശേഷം ഇപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ സൗദിയിലേക്ക് വരുന്നത്. അപ്പം കുട്ടിക്ക് ഇപ്പം 10 മാസമായി. അപ്പോൾ 10 മാസം എന്ന് വെച്ചാൽ 10 മാസം അപ്പോൾ ഇരിക്കാനായ കുട്ടികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു 6 മാസത്തിന് ശേഷമുള്ള ബേബീനെ കൊണ്ട് പോകുന്നവർ ശ്രദ്ധിക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഫസ്റ്റായിട്ട് ഞാൻ ഇപ്പോൾ വരുമ്പോൾ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു വെച്ചാൽ എനിക്ക് ബോഡി പാസ് ഒന്നും എടുക്കാൻ കഴിയില്ല കുഞ്ഞിനെയും കൊണ്ട്. അപ്പോൾ അവിടെ സഹായിക്കാൻ ആളുണ്ടാവും. ഒരു 400 രൂപ അവിടെ 400 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ ചെയ്തു തരുമെന്നാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഓക്കെ അവിടെ പോയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അവിടെ പോയിട്ട് അങ്ങനെ വിളിക്കാൻ നേരത്ത് എൻ്റെ ബ്രദർ പറഞ്ഞു അതൊന്നും വേണ്ട എനിക്കാവും, മോള് ഇവിടെ ഇരിക്കൂലേന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മൾ ട്രോളിയിൽ മറ്റേ ഇരിക്കുന്നൊരു സ്ഥലം ഉണ്ടല്ലോ, ഇരിക്കുന്നല്ല നമ്മൾ പാസ്പോർട്ടും കാര്യങ്ങളെല്ലാം വെക്കുന്ന ഒരു പോലത്തെ. അപ്പോൾ അവിടെ ഇരിക്കുമെന്നുള്ളതിൽ ഞാൻ എന്താക്കി ജസ്റ്റ് ഒന്ന് ഇരുത്തി നോക്കി. അപ്പം കുട്ടി ഓക്കെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് എനിക്കാവുമായിരിക്കും. അങ്ങനെ ഞാൻ ഉന്തി നമ്മൾ ഉള്ളിലേക്ക് കയറി. അപ്പോൾ കുട്ടി കുഴപ്പമില്ല, കുട്ടി ഇരുന്നിന്. അപ്പോൾ ഞാൻ എന്താക്കി കുട്ടീൻ്റെ കയ്യിൽ എന്തെങ്കിലും അവർ പ്രതീക്ഷിക്കാത്ത സാധനം എന്തോ ഉണ്ടായതെന്ന് എനിക്ക് ഓർമ്മയില്ല, എന്തോ അങ്ങനെ ഹെഡ്സെറ്റും അങ്ങനെയുള്ള ഓരോന്ന് കാണിച്ചിട്ട് അവിടെ ഇരുത്തി അവർ കൂളായിട്ട് അവിടെ ഇരുന്നു മോള്. അപ്പോൾ അങ്ങനെ എൻ്റെ ബോഡി പാസ് കിട്ടിയതിന് ശേഷം പിന്നെ നമുക്ക് ഒരു പ്രശ്നമില്ല. കാരണം എന്താ വെച്ചാൽ അവിടം വരെ നമുക്ക് ഈ ആളെ വേണ്ടുള്ളൂ, ആവശ്യം അത്ര വരുന്നുള്ളൂ. ഞാൻ ഫുള്ള് ലഗേജിലേക്ക് പോയി, ഹാൻഡ് ബാഗായിട്ട് കയ്യിലൊന്നുണ്ട്. പിന്നെ മോൾക്ക് വേണ്ടുന്ന കഴിക്കാനുള്ള ഡ്രസ്സ് മാത്രം എൻ്റെ കയ്യിൽ വെച്ചിട്ട് ബാക്കി ഫുള്ള് ലഗേജിലേക്ക് കൊടുത്ത്. അങ്ങനെ കൊടുക്കുന്നത് നല്ലത്. കാരണം നമുക്ക് ട്രോളി വലിച്ചിട്ട് പോകാൻ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എല്ലാ സാധനം ഫുള്ള് ലഗേജിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയി. പിന്നെ മോളെ കാര്യം നമ്മളെ കുട്ടീൻ്റെ കാര്യം മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കണ്ടു. അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ അങ്ങനെ പോകുന്നവരാണെങ്കിൽ ഇത് ശ്രദ്ധിക്കുക. വെറുതെ എന്തിനാണ് നമ്മൾ അവിടെ പോയിട്ട് 400 രൂപ കൊടുക്കേണ്ട ആവശ്യം? അത് ജസ്റ്റ് അവിടുന്ന് ഉള്ളിലേക്ക് കയറുന്ന ആ ഒരു ടൈമേ നമുക്ക് ആൾ ആവശ്യമുള്ളൂ. ബാക്കി എന്തായാലും നമ്മളെ മക്കൾ നമ്മൾ തന്നെ നോക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിച്ചിട്ട് എല്ലാവരും ചെയ്യാം. പിന്നെ ജസ്റ്റ് എയർപോർട്ടിൽ നമ്മൾ ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ഞാൻ വിചാരിച്ചത് മോൾ ഭയങ്കര അലമ്പാക്കുന്നതാണ്. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് നല്ലതിൽ തന്നെ ഇവിടെ എത്തി സൗദിയിലേക്ക്. കാരണം അത്രയും ടൈം നമ്മൾ ഫ്ലൈറ്റിലിരിക്കുന്നതല്ലേ. അപ്പം നല്ല ഇൽക്കം തന്നെ ഇവിടെ എത്തി. പിന്നെ വെച്ചാൽ നമുക്ക് എയർപോർട്ടിൽ തന്നെ നമുക്ക് ഫീഡിങ് ചെയ്യേണ്ട ഒരു ബാത്റൂമിൻ്റെ സൈഡ് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഫീഡ് ചെയ്യാം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഫ്ലൈറ്റിൽ കയറുന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. പിന്നെ ഫ്ലൈറ്റൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല, എന്നാലും നമ്മൾ ശ്രദ്ധിച്ചും കണ്ടും കൊടുത്താൽ കുഴപ്പമില്ല. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങി ഈ സൗദിയിലെ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ കുറച്ച് സമയം നിൽക്കേണ്ട ഒരു ഇതുണ്ട്, ടൈമിങ്. അവിടെ നമ്മൾ ഒഴിവാക്കണ എന്താ പറയണ്ടേ, പാസ്പോർട്ടുകൾ നോക്കിയിട്ട് അവർ ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി. കാരണം അവിടെ നമ്മൾ ടയേർഡായിട്ട് വരുന്ന ഒരു ടൈമിങ്ങിൽ അവിടെ എത്തി അവർ ഓരോന്ന് ചെക്കിങ്ങും കാര്യങ്ങളും കഴിയുമ്പോഴേക്ക് നമ്മൾ സൈഡാവും. പിന്നെ വിചാരിച്ചാൽ ഇപ്രാവശ്യം മോളുള്ളതുകൊണ്ടോയെന്ന് അറിയില്ല, ഞാൻ ആകെ പണിയായി. കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോൾ എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. വരുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടല്ലേ, ഇപ്രാവശ്യം എന്താ പറയണ്ടേ, ഛർദ്ദിച്ച് തല കറങ്ങി ആകെ ഒരു വയ്യാതെ എന്താ പറയണ്ടേ അങ്ങനെ ആയിന്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ വെറുതെ പോയിട്ട് പൈസ കൊടുത്തിട്ട് നമ്മൾ അനാവശ്യം ചെയ്യണ്ട, അനാവശ്യമായിട്ട് പൈസ കളയണ്ട. അപ്പം ഇത്രേ ഉള്ളൂ. ഓക്കെ.